പാലായിൽ കൊട്ടാരമറ്റം ഭാഗത്ത് മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡും പരിസരവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. റാംഷാ CP ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. വിവിധയിടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് പാലായിൽ നിന്ന് തുടങ്ങാം. പാലായിൽ റാംഷാ CP ഉണ്ട്. റാംഷാ CP, മഴക്കെടുതിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ നിമിഷം കഴിയുന്നോറും വെള്ളം വലിയുകയാണോ, വെള്ളമേറുകയാണോ? ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലായിലെ പ്രധാന ടൗണിലാണ്. ഇവിടെ ഓരോ നിമിഷം കഴിയും തോറും വെള്ളം കയറി വരികയാണ് എന്നതാണ്. ഞാനിവിടെ എത്തുമ്പോൾ ഇവിടെ റോഡൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റോഡൊക്കെ പൂർണ്ണമായും മുങ്ങിക്കഴിഞ്ഞു. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമീപത്തെ കടകളിലേക്കെല്ലാം വെള്ളം ഇരച്ചെത്തുകയാണ്. ഇതിലൊരു പ്രത്യേകത, വലിയ ഫോഴ്സിലാണ് ഈ വെള്ളം ഒഴുകി വരുന്നതെന്നാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഈ കാണുന്നത് ഒരു പൂക്കടയാണ്. ആ കടയിലേക്കെല്ലാം പൂർണ്ണമായും വെള്ളം ഇരച്ച് കയറി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിന് ഇപ്പുറവശത്ത് വന്നാൽ ഇതൊരു തുണിക്കടയാണ്. ഈ തുണിക്കടയുടെ പുറകിൽ, അതായത് ഈ ബിൽഡിങ്ങിന് പുറകിലായാണ് മീനച്ചിലാർ ഒഴുകുന്നത്. ഇവിടെ വെള്ളം കയറി ഈ കടയ്ക്കകത്തേക്ക് പൂർണ്ണമായും വെള്ളം ഇരച്ചെത്തുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. വലിയ ഫോഴ്സിലാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. സാധാരണ ഒരു തോട്ടിലൊക്കെ വെള്ളം ഒഴുകുന്നത് പോലെയാണ് ഈ കടയിലേക്ക് വെള്ളം റോഡിൽ നിന്നും ഒഴുകി വന്ന് മറുവശത്ത് പുഴയിലേക്ക് പോകുന്നത് എന്നതാണ്. ഇവ പൂർണ്ണമായും വലിയ നാശനഷ്ടം ഈ കടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇവിടെ രാവിലെ വെള്ളം കയറുന്നത് കണ്ട് ഇവർ താഴെ ഈ റാക്കിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മുകൾ തട്ടിലേക്ക് വെച്ചതാണ്. പക്ഷേ വളരെ പെട്ടെന്ന് വെള്ളം കയറി വരുന്നതോടുകൂടി ഇവർക്ക് ആ നിലയിൽ സാധനങ്ങൾ മാറ്റാൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് ഒരു തുണിക്കടയാണ്. നമുക്ക് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, ഇത് വെള്ളം പെട്ടെന്ന് കയറി വരുവാണല്ലേ? ഇത് ഏകദേശം ഒരു 3:30-4 മണിയോടുകൂടിയാണ് വെള്ളത്തിൻ്റെ ഒരു ഫ്ലോ തുടങ്ങിയത്. അന്നേരം ഞങ്ങളുടെ വരികയും സാധനങ്ങൾ ഞങ്ങൾ പയ്യെ മാറ്റാൻ തുടങ്ങുകയും ചെയ്തു. ഞങ്ങൾ വന്നതിന് ശേഷം സ്ഥിതി ഭയങ്കര ഭയാനകമായി. വെള്ളത്തിൻ്റെ വരവ് കൂടുകയും വെള്ളം നമ്മുടെ ഷോപ്പിലൂടെ കയറി കരകവിഞ്ഞൊഴുകി റോഡ് വഴി പോയി പുഴയിലേക്ക് ഒഴുകുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഈ നിലയിൽ വെള്ളം കയറാറുണ്ടോ മഴക്കാലത്ത്? മഴക്കാലത്ത് വെള്ളം സാധാരണ നിലയിൽ വരാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഈ കടക്കുള്ളിൽ കയറി ഇറങ്ങി പോകുന്നത്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ 2018 പ്രളയ സമയത്ത് പോലും ഇത്രയും വലിയ രീതിയിൽ പെട്ടെന്ന് വെള്ളം കയറിയിട്ടില്ലെന്ന് നേരത്തെ ഇവിടെ ആളുകൾ പറയുന്നത് കേട്ടു. തീർച്ചയായിട്ടും ഇത്രയും പെട്ടെന്ന് വെള്ളം കയറിയിട്ടില്ല. ഇന്നത്തെ ഒരു മഴയ്ക്കാണ് ഇത്രയും വെള്ളം ശക്തമായിട്ട് നമ്മുടെ കടക്കുള്ളിലും റോഡ് കരകവിഞ്ഞൊഴുകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർ അരുൺ, അതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മീനച്ചിലാറാണ്. അതിനിപ്പുറത്ത് ഈ റോഡും അതോടൊപ്പം ബസ് സ്റ്റാൻഡുമായി കേന്ദ്രീകരിച്ചുള്ള സ്ഥലങ്ങളുമൊക്കെയാണ്. അതിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ കടകളിലേക്കെല്ലാം വളരെ വേഗമാണ് വെള്ളം ഇരച്ചെത്തുന്നത് എന്നതാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ. വലിയ നിലയിൽ ഫോഴ്സിലാണ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പാലം നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ. ആ പാലവും പമ്പ് ഹൗസും ഒക്കെ ഏകദേശം മുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ മറുവശത്ത്, ഈ നമ്മൾ നിൽക്കുന്നതിന് മറുവശത്ത്, പുഴയുടെ മറുവശത്തും ഈ നിലയിൽ തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ അത് വ്യക്തമായി കാണാനും കഴിയുന്നുണ്ട്. വളരെ പെട്ടെന്നാണ് വെള്ളം കയറി വരുന്നതെന്നതാണ്. ഇവിടെ സാധനങ്ങൾ നീക്കം ചെയ്യാൻ പോലും ഇവർക്ക് സമയം ലഭിക്കുന്നില്ല. ഓരോ മിനിറ്റിലും വെള്ളം കയറി വരുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. വാഹന ഗതാഗതം ഇപ്പോൾ അത്യാവശ്യം നടക്കുന്നുണ്ട് എന്ന് പറയാം. വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ നിലയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അല്പസമയം കൂടി മാത്രമേ ഗതാഗതം സംഭവിക്കൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വളരെ പെട്ടെന്ന് വെള്ളം കയറുന്നുണ്ട്. അങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ കടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം കൂടി ഉണ്ടാകും എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇവിടെ പൂർണ്ണമായും ഈ പാല നഗരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിന് അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ വളരെ വേഗത്തിലാണ് വെള്ളം പുഴയിൽ നിന്നും ഇങ്ങോട്ട് ഇരച്ചെത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്